സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണത്തിനായി 4-അംഗ കമ്മീഷനെ നിയോഗിച്ച് സർവകലാശാല. ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വീഴ്ചയാണ് കമ്മീഷൻ പരിശോധിക്കുക. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ 4 വാർഡന്മാരെ നിയോഗിച്ചു. വെറ്റിനറി സർവകലാശാല വിസി ഡോക്ടർ PC ശശീന്ദ്രനാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥൻ എന്നിവർക്ക് സംഭവത്തിൽ അനാസ്ഥ ഉണ്ടായോ എന്നതിനെക്കുറിച്ച് കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇരുവർക്കും വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിനു പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ അസിസ്റ്റന്റ് വാർഡൻ 4 വർഷമായി ഹോസ്റ്റലിന്റെ ചുമതലക്കാരനായി തുടരുകയായിരുന്നു. ഇനി ഇത്തരത്തിൽ നിയമനമുണ്ടാകില്ല. പകരം ഓരോ വർഷവും പുതിയ ചുമതലക്കാരെ നിയോഗിക്കാനാണ് തീരുമാനം. 3 നിലയുള്ള ഹോസ്റ്റലിന് ഓരോ നിലയ്ക്കും ഓരോ വാർഡന് ചുമതല നൽകി. അസിസ്റ്റന്റ് വാർഡനാകും ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല. ഹോസ്റ്റലിൽ എന്തു സംഭവിച്ചാലും 4 പേരും ഉത്തരവാദികളായിരിക്കും. അതേസമയം ഹോസ്റ്റലിൽ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്നതിൽ തീരുമാനമായില്ല. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സർവകലാശാല അധികൃതരുടെ വീഴ്ചയാണ് തെളിയിക്കുന്നത്. ഇത്തരം പരിഷ്കാരങ്ങൾ ഇനി എത്ര കാലം സർവകലാശാലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഇൻ റിപ്പോർട്ടർ, വയനാട്.